ഗംഗാജലത്തെ ശുദ്ധിയെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തി ജനങ്ങൾക്കിടയിലേക്ക് പറിച്ചിടുന്ന വിരുദ്ധന്മാർക്ക് വിഖ്യാത ശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ നല്ല 8ന്റെ പണി തന്നെ കൊടുത്തു എന്ന് പറയാം. എന്തിനും ഏതിനും തെളിവും പൊക്കി പിടിച്ചു വരുന്നവർക്ക് മുന്നിൽ ഒരു ഒന്നൊന്നര തെളിവുമായാണ് അദ്ദേഹം എത്തിയത്. ത്രിവേണിയിലെ തീർത്ഥജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും പറ്റുന്നതാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഖ്യാത ശാസ്ത്രജ്ഞനായ പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ. ത്രിവേണി സംഗമത്തിലെ ജലത്തിന്റെ ശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഡോക്ടർ സോങ്കർ തന്റെ ലബോറട്ടറിയിൽ തന്നെ ഇത് പരിശോധിച്ചത്. സംശയമുള്ളവർക്ക് തന്റെ മുന്നിൽ വെച്ച് ഗംഗാജലം പരിശോധിച്ച് തൃപ്തിപ്പെടാം എന്നും അദ്ദേഹം അറിയിച്ചു. മുത്തുവളർത്തലിന്റെ ലോകത്ത് ജാപ്പനീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചാണ് ഗവേഷണങ്ങളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സഹായി കൂടിയായിരുന്ന ഡോക്ടർ അജയ് കുമാർ സോങ്കർ ശ്രദ്ധേയനാകുന്നത്. ഗംഗയിലെ 5 ഘാട്ടുകളിൽ നിന്ന് ജലം ശേഖരിച്ചാണ് സോങ്കർ തന്റെ ഈ പരിശോധന നടത്തിയത്. ബാക്ടീരിയോഫേജ് കാരണം ഗംഗാജലത്തിന്റെ അത്ഭുതകരമായ ശുദ്ധീകരണ ശേഷി എല്ലാ വിധത്തിലും കേടുകൂടാതെ ഇരിക്കുന്നു. ഗംഗാജലത്തിൽ 1100 തരം ബാക്ടീരിയോഫേജുകൾ ഉണ്ട്. 57 കോടി ഭക്തർ ഗംഗാജലത്തിൽ കുളിച്ചിട്ടും വെള്ളം മലിനമാകാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഗംഗാജലത്തിന്റെ അസിഡിറ്റി അഥവാ pH സാധാരണയേക്കാൾ മികച്ചതാണ് എന്നും അതിൽ ദുർഗന്ധമോ ബാക്ടീരിയയുടെ വളർച്ചയോ കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. വിവിധ ഘാട്ടുകളിൽ നിന്നായി എടുത്ത സാമ്പിളുകളിൽ ലബോറട്ടറിയിൽ 8.4 മുതൽ 8% വരെ pH ലെവൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 14 മണിക്കൂർ ഇൻക്യുബേഷൻ താപനിലയിൽ ജലസാമ്പിളുകൾ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടും അവയിൽ ഹാനികരമായ ബാക്ടീരിയയുടെ വളർച്ച ഉണ്ടായില്ല. ഗംഗാജലം മലിനമാണ് എന്ന് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം ആളുകൾ പ്രചാരണം ആരംഭിച്ചിരുന്നു. അത് സംഭവിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ആശുപത്രികളിൽ ഇടമുണ്ടാകുമായിരുന്നില്ല എന്നും സോങ്കർ ഇതിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, അവിടെ വരുന്നവർ ഇവിടെ കുംഭമേളയെ അവഹേളിച്ചവരെ പോലെ പുഴയിൽ ഈ 1ഉം 2ഉം സാധിച്ച് നടക്കുന്നവരല്ല. ഗംഗയെ വളരെ ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. മണ്ഡലകാലത്ത് പമ്പയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന കമ്മി ദേവസ്വം ബോർഡും അന്തം കമ്മി ജിഹാദി ഭരണവുമല്ല UP-യിൽ നടക്കുന്നത്. ആദ്യം നിങ്ങളൊക്കെ ഗംഗാ നദിയെ പറ്റി ആദ്യം നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ അല്പം വിവരം ലഭിക്കും. അവിടെ പോയി മുങ്ങിക്കുളിച്ച 60 കോടിയോളം ഭക്തർ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു മണ്ടന്മാരല്ല, നിങ്ങളെക്കാളൊക്കെ വിവരവും അറിവുമുള്ളവരാണ്. ഈ പട്ടി കുരയ്ക്കും പോലെ രാമായണം നിങ്ങൾ പറയുന്നത് പോലെ ഗംഗ മലിനമായിരുന്നു എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുമായിരുന്നു. നിങ്ങളൊക്കെ നടത്തുന്ന ഈ പ്രചരണത്തിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നതിന് യാതൊരു തർക്കവുമില്ല. അന്നേരം ഈ ഫാസിസം എന്ന് പറഞ്ഞ് നിങ്ങൾ മോങ്ങാൻ നിൽക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഇമാതിരി പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നമ്മുടെ ഈ ഫേസ്ബുക്കും ലോക്ക് ചെയ്ത് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ UP പോലീസ് പലരെയും കേരളത്തിൽ നിന്ന് പൊക്കാനുള്ള എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം കൂടി അറിയിക്കുകയാണ്.